Hi, hello, my dear students. This is the part 2 class of our chapter 3, Plato's Where the Earth's History Slumbers. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ നമ്മുടെ സെക്കൻഡ് ടേം ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ചാപ്റ്റർ 3, പ്ലേറ്റോ വെയർ ദ എർത്ത്സ് ഹിസ്റ്ററി സ്ലംബേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പെനിൻസുലാർ പ്ലേറ്റോ, ഈ പെനിൻസുലാർ പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട 3 ഡിഫറെൻറ്റ് പ്ലേറ്റോസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടോ? കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം വേണം പാർട്ട് 2 കാണാൻ. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ പാർട്ട് 2ൽ നടത്തുന്നത്. പാർട്ട് 1 വീഡിയോയിൽ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ, ലൊക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, ഡെക്കാൻ പ്ലേറ്റോ, മാൾവ പ്ലേറ്റോ, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ, അങ്ങനെ 3ആയിട്ടാണ് പെനിൻസുലാർ പ്ലേറ്റോയെ തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്. ഓക്കെ, പെനിൻസുലാർ പ്ലേറ്റോയെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഡെക്കാൻ പ്ലേറ്റോ, സെൻട്രൽ ഹൈലാൻഡ്. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ കംപ്ലീറ്റ് പഠിച്ചു. ഡെക്കാൻ പ്ലേറ്റോ, അതിൻ്റെ ബോർഡേഴ്സ്, ഡെക്കാൻ പ്ലേറ്റോയുടെ സോയിൽ, അവിടുത്തെ റിവേഴ്സ്, അങ്ങനെ ഡെക്കാൻ പ്ലേറ്റോയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു. ദെൻ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു, വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ടിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ലൊക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാർട്ട് 1 വീഡിയോയിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ട് 1 വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കാണണം. എന്നിട്ട് വേണം നിങ്ങൾ പാർട്ട് 2 വീഡിയോ കാണാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈസ്റ്റേൺ ഘട്ട് അല്ലേ? വെസ്റ്റേൺ ഘട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈസ്റ്റേൺ ഘട്ട്. ഈസ്റ്റേൺ ഘട്ടിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഈസ്റ്റാണ്, ഈസ്റ്റ് ഭാഗത്താണ്. നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോയുടെ ഈസ്റ്റ് ബോർഡറാണത്. ഈസ്റ്റേൺ ഘട്ടിൻ്റെ പ്രധാനപ്പെട്ട റിവേഴ്സൊക്കെ നമുക്കൊന്ന് പഠിക്കണം. പിന്നീട് നമ്മൾ സെൻട്രൽ ഹൈലാൻഡിലേക്ക് പഠിക്കും. സെൻട്രൽ ഹൈലാൻഡ്, അതുപോലെ പെനിൻസുലാർ പ്ലേറ്റോയിലെ പ്രധാനപ്പെട്ട റിവേഴ്സ് എല്ലാം ഇന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് നേരെ കയറാം. ഓക്കെ, വാട്ട് ആർ ദ ഹിൽ റേഞ്ചസ് ഇൻ ഈസ്റ്റേൺ ഘട്ട്? ഈസ്റ്റേൺ ഘട്ടിലെ പ്രധാനപ്പെട്ട ഹിൽ റേഞ്ചസ് ഏതൊക്കെയാണ്? ജാവഡി ഹിൽസ്, പൽക്കൊണ്ടമലൈ, നല്ലമലൈ, മഹേന്ദ്രഗിരി, ഇങ്ങനെയുള്ള ചില ഹിൽസൊക്കെ അവിടെയുണ്ട് അല്ലേ? ഈസ്റ്റേൺ ഘട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈസ്റ്റേൺ ഘട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വെസ്റ്റേൺ ഘട്ട് പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിൽ റേഞ്ചസ് അല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പഠിക്കാം. എന്തുകൊണ്ടാണ് ഈസ്റ്റേൺ ഘട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വന്നിരിക്കുന്നത്? പെനിൻസുലാർ പ്ലേറ്റോയുടെ മാപ്പ് നിങ്ങളൊന്ന് നോക്കണം. ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും നിങ്ങളൊന്ന് ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വെസ്റ്റേൺ ഘട്ട് വളരെ കണ്ടിന്യൂസ് ആണ്. എന്നാൽ ഈസ്റ്റേൺ ഘട്ടോ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് അത് മുറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഹിൽസൊക്കെ ഉണ്ട് ഈസ്റ്റേൺ ഘട്ടിൽ. ജാവഡി ഹിൽസ്, പൽക്കൊണ്ടമല എന്ന് പറയുന്ന ഒരു ഹില്ല്, നല്ലമല എന്ന് പറയുന്ന ഒരു ഹില്ല്, അതുപോലെ മഹേന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു ഹില്ലും അവിടെയുണ്ട്. അപ്പോൾ ഈ നെയിംസൊക്കെ ഒന്ന് നോക്കുക. ദെൻ ഈസ്റ്റേൺ ഘട്ട് ലൊക്കേഷൻ ആൻഡ് ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്. It is the eastern boundary of Peninsular Plateau. It is the eastern boundary. Then total length 800 കിലോമീറ്റർ. വെസ്റ്റേൺ ഘട്ട് 1600ഓളം കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ടിൻ്റെ ഒരു ഹാഫ് ഒക്കെ ഉള്ളൂ, ഹാഫ്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ മഹാനദി ബാങ്ക്സ് ഇൻ ഒറീസ ടു നീൽഗിരി റേഞ്ചസ് ഇൻ തമിഴ്നാട്. അപ്പോൾ ഈസ്റ്റേൺ ഘട്ടിൻ്റെ തുടക്കം അത് നോർത്ത് ഭാഗത്ത് മഹാനദിയാണ്, മഹാനദിയുടെ ബാങ്ക്സ് ആണ്. ഓക്കെ, അപ്പോൾ മഹാനദി എന്നൊക്കെ പറയുന്നത് ഒറീസ സ്റ്റേറ്റിലൊക്കെ വരുന്ന ഒരു നദിയാണ്. അതുകൊണ്ട് മഹാനദി എന്ന് പറയുന്ന നദിയുടെ ബാങ്ക്സ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. എന്നിട്ട് എവിടം വരെ ഉണ്ട്? നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി റേഞ്ചസ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. വെസ്റ്റേൺ ഘട്ട് നമ്മുടെ ഗുജറാത്ത് ഭാഗത്ത് തുടങ്ങി അത് കന്യാകുമാരി വരെ വെസ്റ്റ് ഭാഗത്തൂടെ പോകുമ്പോൾ ഈസ്റ്റേൺ ഘട്ട് ഒറീസയിൽ തുടങ്ങി നമ്മുടെ തമിഴ്നാടിൻ്റെ നീലഗിരി ഭാഗം വരെ വരുന്നു. അപ്പം നീലഗിരിയിൽ വെച്ച് വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും കൂടി എന്താവുന്നു? ജോയിൻ ചെയ്യുന്നു.
ഇപ്പം നമ്മൾ നല്ലതായിട്ട് ആ പെൻസുലാർ പ്ലേറ്റോയുടെ മാപ്പ് എടുത്ത് വെച്ച് ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും ജോയിൻ ചെയ്യുന്നുണ്ട്. ദ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് കട്ട് അക്രോസ് ദ ഈസ്റ്റേൺ ഘട്ട് ബ്രേക്കിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദീസ് റേഞ്ചസ്. സോ വൈ ദീസ് ഈസ്റ്റേൺ ഘട്ട് ranges are break, there is a break. Why? Because the east flowing rivers cut across the eastern cut. അപ്പോൾ അവിടെ ഇറോഷൻ സംഭവിച്ചതുകൊണ്ടാണ്. നമ്മുടെ പെൻസുലാർ റിവേഴ്സിനെ പറ്റി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ മുൻകൂട്ടി ഒരു കാര്യം പറയാം. പെൻസുലാർ റിവേഴ്സ് മിക്കതും ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത്, അല്ലാതെ വെസ്റ്റിലേക്കല്ല. അതിൻ്റെ റീസൺ ഉണ്ട് കേട്ടോ. ഈസ്റ്റിലേക്ക് അത് ഫ്ലോ ചെയ്യാൻ റീസൺ ഉണ്ട്. ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യാതെ അത് എവിടെ പോയായിരിക്കും ജോയിൻ ചെയ്യുന്നത്? ബേ ഓഫ് ബംഗാളിൽ പോയാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സായിട്ടുള്ള നമ്മുടെ പെൻസുലാർ റിവേഴ്സ് അവിടെ ഇറോഷൻ ഉണ്ടാക്കുകയും നമ്മുടെ ഈസ്റ്റേൺ ഘട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. സോ ദ ഇറോഷൻ ബൈ ദ ഈസ്റ്റേൺ ഫ്ലോയിങ് റിവേഴ്സ് ഇൻ പെൻസുലാർ പ്ലേറ്റോ ഈസ് ദ റിയൽ റീസൺ ഫോർ ദ ബ്രേക്കിംഗ് ഓർ ദ ബ്രേക്ക് ഇൻ ദിസ് ഈസ്റ്റേൺ ഘട്ട്. ഇനി എവിടെയാണ് ഇത് ജോയിൻ ചെയ്യുന്നത്? വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട് ജോയിൻ അറ്റ് ദ നീലഗിരി ഹിൽ. അപ്പോൾ ഒറീസ തൊട്ട് നീലഗിരി ഹിൽസ് വരെയാണ് ഈസ്റ്റേൺ ഘട്ട്. ഗുജറാത്ത് തൊട്ട് നമ്മുടെ കന്യാകുമാരി വരെയാണ് വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ട് പെൻസുലാർ പ്ലേറ്റോയുടെ വെസ്റ്റ് ബോർഡറും ഈസ്റ്റേൺ ഘട്ട് പെൻസുലാർ പ്ലേറ്റോയുടെ ഈസ്റ്റ് ബോർഡറുമാണ്. ഓക്കെ, ഇതിൻ്റെ നടുക്ക് വരുന്ന നമ്മുടെ പ്ലേറ്റോയുടെ ആ പർട്ടിക്കുലർ നെയിം എന്താണ്? അത് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോയാണ്, ഡെക്കാൻ. അടുത്തതായിട്ട് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ദാറ്റ് കട്ട് അക്രോസ് ദ ഈസ്റ്റേൺ ഘട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ബ്രാഹ്മണി റിവർ, മഹാനദി, ഗോദാവരി, തുംഗഭദ്ര, വൈഗ, കാവേരി, കൃഷ്ണ. അപ്പം നമ്മൾ ഈ പെൻസുലാർ പ്ലേറ്റോ ഭാഗത്ത് കേൾക്കുന്ന മിക്കവാറും എല്ലാ പേരുകളും എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നതാണ്? ഈസ്റ്റിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. നമുക്കറിയാം തമിഴ്നാട്ടിലൂടെയൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട നദിയാണ് കാവേരി. ആ കാവേരി നദി ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത്, ബേ ഓഫ് ബംഗാളിലാണ് പോയി തീരുന്നത്. ഗോദാവരി, നമ്മുടെ പെൻസുലാർ പ്ലേറ്റോസിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. ഈ ഗോദാവരിയും എങ്ങോട്ട് ഒഴുകുന്നു? ഈസ്റ്റിലേക്ക് ഒഴുകുന്നു, അതും ബേ ഓഫ് ബംഗാളിലാണ് തീരുന്നത്. തുംഗഭദ്ര എന്ന് പറയുന്ന നദി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഈസ്റ്റിലേക്ക് ഒഴുകുന്നു. കൃഷ്ണ നദി, അനദർ ഇമ്പോർട്ടൻറ്റ് റിവർ ഇൻ പെൻസുലാർ പ്ലേറ്റോ. ഈ കൃഷ്ണ നദിയുടെ ലൊക്കേഷനൊക്കെ എവിടെ വരും? നമ്മുടെ ആന്ധ്ര ആന്ധ്ര സ്റ്റേറ്റിൽ വരും. കൃഷ്ണ നദിയും ഈസ്റ്റിലേക്കാണ് ഒഴുകുക, ബേ ഓഫ് ബംഗാളിലാണ് ഉണ്ടാകുക. പിന്നെ ബ്രാഹ്മണി എന്ന് പറയുന്ന നദി മഹാനദി. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർക്കുക. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ പെൻസുലാർ പ്ലേറ്റോ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ബ്രാഹ്മണി, ഓക്കെ, തുംഗഭദ്ര, ഓൾ ദീസ് റിവേഴ്സ് ആർ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. നമുക്ക് നമ്മുടെ ഈ പെൻസുലാർ പ്ലേറ്റോയിലെ ഡെക്കാൻ പ്ലേറ്റോ ആൻഡ് സെൻട്രൽ ഹൈലാൻഡ്, ഇതാണ് നമ്മുടെ രണ്ടെണ്ണം അല്ലേ, അത് രണ്ടും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് പറയുന്നതാണ് പെൻസുലാർ പ്ലേറ്റോ. പെൻസുലാർ പ്ലേറ്റോയിലെ ഡെക്കാൻ പ്ലേറ്റോ നമ്മൾ ഓൾറെഡി പാർട്ട് 1 വീഡിയോയിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം ഒന്ന് കണ്ടേ, സെൻട്രൽ ഹൈലാൻഡാണ് നമ്മളിന്ന് പഠിക്കുക. ഡെക്കാൻ പ്ലേറ്റോയുടെയും നോർത്തിൽ കാണപ്പെടുന്ന പെൻസുലാർ പ്ലേറ്റോ ഭാഗമാണ് സെൻട്രൽ ഹൈലാൻഡ്. ഡെക്കാൻ പ്ലേറ്റോ സൗത്തിലും സെൻട്രൽ ഹൈലാൻഡ് നോർത്തിലുമാണ് അല്ലേ, അതിൻ്റെ നോർത്തിലുമാണ് കാണപ്പെടുക. ഇതിലെ ഏരിയ വെച്ച് നോക്കുമ്പോൾ ഏതാണ് വലുത്? ഡെക്കാൻ പ്ലേറ്റോയാണ് ഏരിയയിലെ ലാർജ്. സെൻട്രൽ ഹൈലാൻഡിന് അത്രയും ഏരിയ വരുന്നില്ല. ഡെക്കാൻ പ്ലേറ്റോയുടെ വെസ്റ്റ് ഭാഗത്തുള്ള വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റ് ഭാഗത്തുള്ള ഈസ്റ്റേൺ ഘട്ടും നിങ്ങൾ കണ്ടല്ലോ. അപ്പം വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടുമാണ് നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ രണ്ട് ബോർഡേഴ്സ്, വെസ്റ്റ് ബോർഡറും ഈസ്റ്റ് ബോർഡറും. ആ ബോർഡർ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഡെക്കാൻ പ്ലേറ്റോയ്ക്കാണ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ട ഒരു മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പെൻസുലാർ റിവേഴ്സാണ്. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് എന്തിനാണെന്നോ, ഇതുകൂടി ഒന്ന് നോക്കിയേ. പെൻസുലാർ റിവേഴ്സ് നമുക്ക് കാണാം. നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയിൽ 3 പ്ലേറ്റോ ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഡെക്കാൻ പ്ലേറ്റോ, അതിവിടെ ഏത് കളറിലാണ് കാണുന്നത്? ഒരു പേസ്റ്റൽ ബ്രൗൺ കളറിലാണ് കാണുക. ഡെക്കാൻ പ്ലേറ്റോ അതാണ് വലുത്. ഇനി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട്, അതായത് അതിൻ്റെ നോർത്തിലായിട്ട് കാണുന്ന മാൾവ പ്ലേറ്റോയുടെ ഏരിയ നിങ്ങളൊന്ന് കണ്ടുവെച്ചോളുക. എനിവേ ഇത് മാർക്ക് ചെയ്യാൻ വന്നാൽ നിങ്ങൾക്ക് ഏരിയ അറിയായിരിക്കണം.
ഡെക്കാൻ പ്ലേറ്റോയുടെ ഏരിയ കണ്ടല്ലോ, ഒരു ട്രയാങ്കിൾ പോലെ വരച്ചിട്ട് നിങ്ങൾ അവിടെ എഴുതി വെച്ചാൽ മതി ഡെക്കാൻ പ്ലേറ്റോ. മാൾവ പ്ലേറ്റോയുടെ ഏരിയ കണ്ടുവെക്കുക, അത് ഒരു ട്രയാങ്കുലർ വരച്ചിട്ട് മാൾവ പ്ലേറ്റോ എന്ന് എഴുതുക. ഇനി നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ കുറച്ചിങ്ങോട്ട് മാറി ഈസ്റ്റ് ഭാഗത്തുനിന്ന് നോക്കിക്കേ, അവിടെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിൽ കാണുന്നതുണ്ടോ ഛോട്ടാ നാഗ്പൂർ, അതും പ്ലേറ്റോസിൽ മൂന്നാമത്തതാണ്. അപ്പോൾ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഹൈലാൻഡും ഡെക്കാൻ പ്ലേറ്റോയുമാണ് വരുന്നത്. എന്നാൽ ഛോട്ടാ നാഗപ്പൂർ എന്ന് പറയുന്ന ഒരു പ്ലേറ്റോയും നമ്മുടെ ഇന്ത്യക്കുണ്ട്, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ. അതിൻ്റെ ലൊക്കേഷൻ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, സെൻട്രൽ ഹൈലാൻഡ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സെൻട്രൽ ഹൈലാൻഡ് ലൊക്കേഷൻ. The Central Highland are the extensive plateau region lies to the north of Satpura Ranges. സത്പുര റേഞ്ചസ് നമ്മുടെ പെൻസുലാർ പ്ലേറ്റോ എന്നുള്ള നമ്മുടെ മാപ്പിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു റേഞ്ചാണ് സത്പുര, അല്ലേ? വിന്ധ്യ സത്പുര എന്നാണ്, വളരെ അടുത്തായി രണ്ട് മൗണ്ടൻ റേഞ്ചസ് കാണപ്പെടുന്നത്, വിന്ധ്യയും സത്പുരയും. അപ്പം വിന്ധ്യ സത്പുര അല്ലെങ്കിൽ സത്പുര റേഞ്ചസിൻ്റെ നോർത്തിലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തെ മൊത്തം പറയുന്ന പേരാണ് സെൻട്രൽ ഹൈലാൻഡ്. നമ്മുടെ മാപ്പിനകത്ത് അത് ഏത് കളറിലാണ് തന്നിരുന്നത്? ഒരു പിങ്ക് കളറിലാണ് തന്നിരിക്കുന്നത്, ഓർക്കുന്നുണ്ടല്ലോ. സത്പുര റേഞ്ചസിൻ്റെ നോർത്തിലായിട്ട് വരും. ദ ആരവല്ലി മൗണ്ടൻ ആർ ഓൺ ദ വെസ്റ്റ് മാർജിൻ ഓഫ് ദ ടേബിൾ ലാൻഡ് നോൺ ആസ് മാൾവ പ്ലേറ്റോ. അവിടെ കാണപ്പെടുന്ന മാൾവ പ്ലേറ്റോ നമ്മളിപ്പോൾ കണ്ട മാപ്പിനകത്ത് കണ്ട മാൾവ പ്ലേറ്റോ. മാൾവ പ്ലേറ്റോയുടെ വെസ്റ്റ് ഭാഗത്തേക്ക് നിങ്ങൾ നോക്കണം, അവിടെ നമുക്കൊരു മൗണ്ടൻ ഉണ്ട്, ആരവല്ലി. ഓക്കെ, ആരവല്ലി മൗണ്ടൻ ആണ് ഈ പറയുന്ന സെൻട്രൽ ഹൈലാൻഡിൻ്റെ വെസ്റ്റ് ബോർഡർ. ആ ഭാഗത്തിന് ഡെക്കാൻ പ്ലേറ്റോയുടെ നോർത്ത് ഭാഗത്ത് കാണുന്ന പ്ലേറ്റോ ഭാഗത്തിന് നമ്മൾ കൊടുക്കുന്ന പേര് മാൾവ പ്ലേറ്റോ. സത്യത്തിൽ ഈ സെൻട്രൽ ഹൈലാൻഡ് എന്ന് പറയുന്നത് മാൾവ പ്ലേറ്റോയാണ്. ഓക്കെ, ദ ആരവല്ലി റേഞ്ചസ് ഈസ് വൺ ഓഫ് ദ ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ഓർ റെസിഡ്യൂവൽ മൗണ്ടൻ. ആരവല്ലി മൗണ്ടൻ എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ആണ്. എന്താണ് ഫോൾഡ് മൗണ്ടൻ? ഈ ഇത് അല്ലേ, മണ്ണ് അല്ലെങ്കിൽ ആ ലാൻഡ് മടങ്ങി ഒടിഞ്ഞ് മുകളിലോട്ട് പൊങ്ങുന്നതാണ് ഫോൾഡ് മൗണ്ടൻ. മടക്ക് പർവ്വതം എന്ന് നമ്മൾ പറയും, ലാൻഡ് ഇങ്ങനെ മടങ്ങി മുകളിലോട്ട് പോകും. പക്ഷേ ഇതൊരു റെസിഡ്യൂവൽ മൗണ്ടൻ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഇറോഷനിലൂടെ കുറച്ചൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, റെസിഡ്യൂവൽ. ഈ അതുപോലെ തന്നെ ഈ നദികൾ ഒഴുക്കിക്കൊണ്ട് വരുന്ന അവസാദങ്ങൾ, അതിൻ്റെ ഡെപ്പോസിറ്റ്സ് കൊണ്ടുണ്ടായ ഒരു മൗണ്ടനാണ് ആരവല്ലി മൗണ്ടൻ. അതൊരു ഓൾഡ് ഫോൾഡ് മൗണ്ടനാണ്. ഈ ആരവല്ലി മൗണ്ടൻ ഇവിടെ എന്തിനാണ് പറയുന്നത്? നമ്മുടെ മാൾവ പ്ലേറ്റോയുടെ വെസ്റ്റ് ഭാഗത്തിൻ്റെ ബോർഡറാണ് ആരവല്ലി മൗണ്ടൻ. അപ്പോൾ സെൻട്രൽ ഹൈലാൻഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മൗണ്ടനാണ് ആരവല്ലി മൗണ്ടൻ, അതുപോലെ സത്പുര റേഞ്ചസ്. ഓക്കെ, ഇവിടെ ഈ ആരവല്ലിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനുണ്ട്, മൗണ്ട് അബു എ മേജർ ഹിൽ സ്റ്റേഷൻ ഈസ് ഇൻ ആരവല്ലി റേഞ്ചസ്. ആരവല്ലി റേഞ്ചസിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. മൗണ്ട് അബു ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ മാൾവ പ്ലേറ്റോ. മാൾവ പ്ലേറ്റോ ഭാഗത്തെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് അബു. നമ്മൾ ഡെക്കാൻ പ്ലേറ്റോയുടെ ഹയസ്റ്റ് പീക്ക് ഏതാ പറഞ്ഞത്? ആനമുടി, അല്ലേ? അത് വെസ്റ്റേൺ ഘട്ടിലാണ്. അതുപോലെ നമ്മുടെ മാൾവ പ്ലേറ്റോയിലെ ഈ ആരവല്ലി മൗണ്ടൻ കാണപ്പെടുന്നു. ആരവല്ലിയിലെ ഒരു പീക്കാണ് മൗണ്ട് അബു. ഇൻ ദ ഈസ്റ്റ് ദെയർ ഈസ് ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. നമ്മളിപ്പോൾ കണ്ട ആ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിൽ കണ്ട ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ, അത് ഈസ്റ്റിലാണ് കാണപ്പെടുക. ദിസ് ഈസ് ദ റിച്ചസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. ഏത്? ഈ സെൻട്രൽ ഹൈലാൻഡ് ഈസ് ദ റിച്ചസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. ഇഷ്ടംപോലെ മിനറൽസ്, അതായത് അയൺ, മാംഗനീസ്, ബോക്സൈറ്റ്, ഇങ്ങനെയുള്ള ധാരാളം മിനറൽസ് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സെൻട്രൽ ഹൈലാൻഡ് ഓർ മാൾവ പ്ലേറ്റോ. ഓക്കെ, സെൻട്രൽ ഹൈലാൻഡും മാൾവ പ്ലേറ്റോയും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാൾവ പ്ലേറ്റോയാണ് അവിടത്തെ പ്ലേറ്റോ. ഓക്കെ, ദെൻ വിച്ച് ആർ ദി മിനറൽസ് ദാറ്റ് ഒബ്റ്റെയിൻ ഫ്രം ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. നമ്മൾ കണ്ടു ഈസ്റ്റ് ഭാഗത്ത് ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ ഉണ്ട്, അതും മിനറൽസിൻ്റെ ഒരു സ്റ്റോർ ഹൗസ് ആണ്. അവിടെയും എല്ലാത്തരം മിനറൽസും കാണപ്പെടുന്നു. അയണോർ, മാംഗനീസ്, ബോക്സൈറ്റ്, കോപ്പർ, ലൈംസ്റ്റോൺ, കോൾ. ഓൾ ദീസ് മിനറൽസ് ആർ പ്രസൻറ്റ് ഇൻ ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. അപ്പോൾ ടീച്ചർ തന്ന ഇതിന് തൊട്ട് മുമ്പ് കാണിച്ച
ആ പ്ലേറ്റോസ് കാണുന്ന ആ ഒരു മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഡെക്കാൻ പ്ലേറ്റോ ഉണ്ട്, മാൾവ പ്ലേറ്റോ ഉണ്ട്, ഛോട്ടാ നാഗപൂർ പ്ലേറ്റോ ഉണ്ട്. ഓക്കെ, ദെൻ ക്ലൈമറ്റ് ഓഫ് പെൻസുലാർ പ്ലേറ്റോ. ഇനി നമ്മളൊരു ജസ്റ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് പോവുകയാണ്. പെൻസുലാർ പ്ലേറ്റോയെ മൊത്തത്തിൽ നമ്മൾ അതിൻ്റെ ക്ലൈമറ്റ് പഠിക്കാൻ പോവുക. ജനറലായിട്ട് ക്ലൈമറ്റ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് പെൻസുലാർ പ്ലേറ്റോ? പെൻസുലാർ പ്ലേറ്റോയുടെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു പ്രദേശത്തിൻ്റെയും ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ഈ താഴെ പറയുന്ന ഈ കാണാൻ പോകുന്ന ഫാക്ടേഴ്സാണ്. അത് പെൻസുലാർ പ്ലേറ്റോയുടെ ആകാം, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഏതാണ് പ്ലെയിൻസ് ആകാം, അല്ലേ, നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ്, എവിടെയാണെങ്കിലും ഏത് പ്രദേശത്തിൻ്റെ ആണെങ്കിലും ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ഈ ജനറൽ ഫാക്ടേഴ്സാണ്. അതിൻ്റെ ടോപ്പോഗ്രാഫിക്കൽ ലൊക്കേഷൻ, അതെവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ. ദെൻ പെക്യൂലിയർ സ്ലോപ്സ് ഓഫ് ദി പെൻസുലാർ പ്ലേറ്റോ, അതിൻ്റെ സ്ലോപ്പ്. ദെൻ ഡിസ്റ്റൻസ് ഫ്രം സീയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓറിയൻറ്റേഷൻ ഓഫ് ദ മൗണ്ടൻ റേഞ്ചസ്, അവിടെ കാണപ്പെടുന്ന മൗണ്ടൻ റേഞ്ചസ്. ദെൻ ഡയറക്ഷൻ ഓഫ് ദ മൺസൂൺ വിൻഡിൻ്റെ ഡയറക്ഷൻ. ഈ കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെ ഈ ഫാക്ടേഴ്സാണ് പെൻസുലാർ പ്ലേറ്റോയ്ക്ക് ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റ് തന്നിരിക്കുന്നത്. സോ ഇതല്ല ക്ലൈമറ്റ് അടുത്ത സ്ലൈഡിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇതെന്താണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് പെൻസുലാർ പ്ലേറ്റോ? പെൻസുലാർ പ്ലേറ്റോയ്ക്ക് ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റ് വരാനുള്ള അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അതിൻ്റെ ടോപ്പോഗ്രാഫിക്കൽ ലൊക്കേഷൻ, അതിൻ്റെ സ്ലോപ്സ്, അതിലെ സീയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അവിടെ കാണപ്പെടുന്ന മൗണ്ടൻ റേഞ്ചസ്, ദെൻ മൺസൂൺ വിൻഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഒരു വിൻഡൊക്കെ ഒരു പ്രദേശത്തിൻ്റെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യും. വിൻഡ് പെൻസുലാർ പ്ലേറ്റോയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിൻഡാണ് മൺസൂൺ. അതുകൊണ്ടാണ് ഇവിടെ മൺസൂൺ വിൻഡ് എന്ന് പേര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു പ്രദേശത്തിൻ്റെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നതാണ് മൗണ്ടൻ റേഞ്ചസ്. നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയിലും എത്രയോ മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. അതെല്ലാം അവിടെയുള്ള ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ സീയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഒരു പ്രദേശത്ത് ഒരു നോർമൽ ടെമ്പറേച്ചറൊക്കെ കൊടുക്കുന്നത് അടുത്ത് കിടക്കുമ്പോഴാണ്. സീയിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് സംഭവിക്കും? അവിടെ എക്സ്ട്രീം ക്ലൈമറ്റിലേക്ക് പോകും, അല്ലേ? നമ്മുടെ കേരളമൊക്കെ എക്സാമ്പിളാണ്. നമ്മൾ സീയോട് വളരെ ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു ട്രോപ്പിക്കൽ ഏരിയ ആയിട്ട് പോലും നമുക്ക് എന്ത് തരുന്നു? ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ഇവിടെ വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടല്ലേ നമ്മുടെ നാടിനെ നമുക്ക് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പെൻസുലാർ പ്ലേറ്റോയുടെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ആ ക്ലൈമറ്റ് എന്താണെന്ന് നോക്കാം. ക്ലൈമറ്റ് ഓഫ് പെൻസുലാർ പ്ലേറ്റോ. ദ ആവറേജ് സമ്മർ ടെമ്പറേച്ചർ ഇൻ ദ പെൻസുലാർ പ്ലേറ്റോ മോർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസ്. ആവറേജ് സമ്മർ ടെമ്പറേച്ചർ 30 ഡിഗ്രി, മോർ ദാൻ 30 ഡിഗ്രി, ഒരുവിധം നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റോ ജനറലി ടച്ചസ് 38. എന്നാൽ ഡെക്കാൻ പ്ലേറ്റോയിൽ ഇച്ചിരി ടെമ്പറേച്ചർ കൂടുതലാണ്. ഡെക്കാണിൽ അവിടെ 38 ഡിഗ്രി സെൽഷ്യസ് വരെ വരും. ജനറലി 30 ഡിഗ്രിയേ ഉള്ളൂ. ലോ ടെമ്പറേച്ചർ പ്രിവെയിൽസ് അറ്റ് ഹയർ എലിവേഷൻ ഇൻ ദ വെസ്റ്റേൺ ഗട്ട്. വെസ്റ്റേൺ ഗട്ടിലെ ആനമുടി ഒക്കെ പോലെയുള്ള ഹൈ എലിവേഷനിൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാകുക. ഒരു മൗണ്ടൻ ആണോ അവിടെ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. കേരളത്തിലെ മൂന്നാറൊക്കെ എക്സാമ്പിളാണ്. മൂന്നാർ പോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലൊക്കെ നമ്മുടെ മറ്റു പ്രദേശങ്ങളെക്കാൾ ലോ ടെമ്പറേച്ചർ, അല്ലെ, മഞ്ഞ് വരെ പൊഴിയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പെൻസുലാർ പ്ലേറ്റോയിലെ ഹൈ റീജിയൻസിലെ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ദ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്താണ്? മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. മാക്സിമം ടെമ്പറേച്ചർ വളരെ കൂടുതലും മിനിമം ടെമ്പറേച്ചർ വളരെ കുറവുമായിരിക്കും. എങ്കിലല്ലേ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഹൈ ആയിട്ട് കിട്ടത്തുള്ളൂ. അത് നമ്മൾ കുറച്ചാൽ പോരെ? ഓക്കെ, നമുക്കറിയാം ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. അപ്പോൾ ഒരു 38 ഡിഗ്രി മാക്സിമം ടെമ്പറേച്ചറും 0 ഡിഗ്രി മിനിമം ടെമ്പറേച്ചറും ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എത്ര വരും? 38 വരും. അതുകൊണ്ടാണ് പറയുക ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ ഹൈ ആണ് പെൻസുലാർ പ്ലേറ്റോയിൽ. അതുകൊണ്ട് നിങ്ങൾ സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പെൻസുലാർ പ്ലേറ്റോയിൽ ഡെക്കാൻ പോലുള്ള പ്രദേശങ്ങളിൽ വളരെ ഹൈ ടെമ്പറേച്ചറും എന്നാൽ ഈ ആനമുടിയൊക്കെ പോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ ലോ ടെമ്പറേച്ചറുമാണ്. അതുകൊണ്ടാണ് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഹൈ ആയിട്ടിരിക്കുന്നത്. ഇനി ദർ ഈസ് എ ഫോൾ ഇൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് നൈറ്റിൽ ടെമ്പറേച്ചർ വളരെ ഫോൾ ആകും. ഇനി അവിടുത്തെ റെയിൻഫോളിനെ പറ്റി നോക്കിയേ. റെയിൻഫോൾ ഈസ് മോഡറേറ്റ് ഓർ സ്കാൻഡി ത്രൂ ദ പെൻസുലാർ പ്ലേറ്റോ എക്സെപ്റ്റ് ദ വെസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്. നമ്മുടെ വെസ്റ്റേൺ ഗട്ടിൻ്റെ വെസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ കേരളമൊക്കെയാണ്, അല്ലെങ്കിൽ അറേബ്യൻ സീയുടെ ആ ഒരു ഏരിയ, ആ കോസ്റ്റൽ ഏരിയയാണ്.
അവിടെയൊക്കെ നല്ല റെയിൻഫോൾ കിട്ടും. നമുക്കറിയാം മൺസൂൺ കാലത്ത് നമുക്കൊക്കെ ഇഷ്ടംപോലെ റെയിൻഫോൾ കിട്ടും. നമ്മളെവിടെയാണ് നിൽക്കുന്നത്? വെസ്റ്റേൺ ഘട്ടിൻ്റെ വെസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അവിടെ മാത്രമേ വലിയ മഴയുള്ളൂ. ബാക്കി എല്ലാ പെൻസുലാർ പ്ലേറ്റോ ഏരിയയിലും എങ്ങനെയുള്ള മഴയാണ് കിട്ടുക? മോഡറേറ്റ് ഓർ സ്കാൻഡി. ഒന്നുകിൽ മോഡറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കാൻഡി ആയിരിക്കും. സ്കാൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വളരെ കുറവായിരിക്കും. വളരെ മഴ കുറഞ്ഞ പ്രദേശങ്ങളും ഈ പെൻസുലാർ പ്ലേറ്റോയിലുണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളും ഉണ്ട്. എന്നാൽ ഹൈ റെയിൻഫോൾ കിട്ടുന്ന പ്രദേശങ്ങൾ വെസ്റ്റേൺ ഘട്ടിൻ്റെയും വെസ്റ്റിലായിരിക്കും. ഓക്കെ. പെൻസുലാർ പ്ലേറ്റോ ജനറലി എക്സ്പീരിയൻസ് ഡ്രൈ ക്ലൈമറ്റ് ഡ്യൂറിങ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലം എന്ന് പറയുന്നത് നമ്മുടെ തുലാവർഷമാണ്. അത് ഒക്ടോബർ നവംബർ ആണ്. ആ സമയത്ത് പെൻസുലാർ പ്ലേറ്റോയിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും. ഭയങ്കര ചൂടൊക്കെയുള്ള ഒരു ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും ഈ പ്രദേശത്തെ. നമുക്കറിയാം, നമ്മൾ ആ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ തമിഴ്നാട്, ആന്ധ്ര ആ പ്രദേശത്തോട്ടൊക്കെ ഒന്ന് പോയാൽ വളരെ ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും. ഓക്കെ. ബട്ട് ഇൻ ദ ഈസ്റ്റ് കോസ്റ്റ് റിസീവ് ഹെവി റെയിൻഫോൾ ബിക്കോസ് ഓഫ് ലോ പ്രഷർ വേൾഡ്സ് ഡെവലപ്പ് ഇൻ ബംഗാൾ, ബേ ഓഫ് ബംഗാൾ. എന്നാൽ നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ ഈസ്റ്റ് കോസ്റ്റിലെ, അതായത് തമിഴ്നാടിൻ്റെയൊക്കെ ബേ ഓഫ് ബംഗാളിൻ്റെയൊക്കെ ആ തമിഴ്നാട് കോസ്റ്റ് ഉണ്ടല്ലോ, ആ തമിഴ്നാട് ഒറീസയുടെയൊക്കെ കോസ്റ്റിലെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തുലാവർഷം, അതായത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ, അത് പിന്നെ എങ്ങനെയാണ് കിട്ടുക? നല്ല ഹെവി ആയിരിക്കും. അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞേക്കുന്നത് കണ്ടോ? ബട്ട് ഇൻ ദ ഈസ്റ്റ് കോസ്റ്റ് റിസീവ് ഹെവി റെയിൻഫോൾ ബിക്കോസ് ഓഫ് ലോ പ്രഷർ വേൾഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ന്യൂനമർദ്ദം എന്ന് നമ്മൾ പറയുന്ന സംഭവമാണ് അല്ലേ? ന്യൂനമർദ്ദം ഉണ്ടാക്കുന്ന ചക്രവാത ചുഴികളെ, വേൾഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രവാതം. അപ്പോൾ ലോ പ്രഷർ വേൾഡ്സ് നമ്മൾ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കാറ്റുകളെ പറ്റി കേട്ടിട്ടില്ലേ? ചക്രവാതം. ആ ചക്രവാതം കടലിൽ നിന്ന് വരുന്നത് കൊണ്ട് അതിൽ മോയ്സ്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ തമിഴ്നാടൊക്കെ പോലെയുള്ള ഈസ്റ്റ് ഭാഗത്തെ കോസ്റ്റൽ ഏരിയയിൽ, ഈസ്റ്റ് കോസ്റ്റിൽ നല്ല ഹെവി റെയിൻഫോൾ സമയത്ത് കിട്ടും. എന്നാൽ പെൻസുലാർ പ്ലേറ്റോയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഒരു ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും ആ സമയത്ത്. ഇതൊക്കെയാണ് പെൻസുലാർ പ്ലേറ്റോയുടെ ക്ലൈമറ്റ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് പഠിച്ചോണേ. ഓക്കെ. ദെൻ the eastern slope of Western Ghat receive very less amount of rainfall and termed as rain shadow region. Termed as rain shadow region. Why? അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് വെസ്റ്റേൺ ഘട്ടിൻ്റെ വെസ്റ്റ് ഭാഗത്ത് നല്ല മഴ കിട്ടുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് കേരളമൊക്കെയാണ്. എന്നാൽ ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഈസ്റ്റ് ഭാഗം തമിഴ്നാടൊക്കെയാണ് അല്ലേ? നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുപോയല്ലേ അവരുടെ കൃഷി കാര്യങ്ങളൊക്കെ നടത്തുന്നതായി. അപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഘട്ട് മാത്രമേ ഓർക്കാവുള്ളൂ. പെൻസുലാർ പ്ലേറ്റോയുടെ നമ്മൾ എങ്ങോട്ട് വന്നു? വെസ്റ്റ് ഭാഗത്തേക്ക് വന്നു. ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ വെസ്റ്റ് ഭാഗം കേരളമാണ്, ഈസ്റ്റ് ഭാഗം തമിഴ്നാടാണ്. അപ്പോൾ വെസ്റ്റേൺ ഭാഗത്ത് കേരളത്തിൽ നല്ല മഴ ലഭിക്കുന്നു, എന്നാൽ ഈസ്റ്റ് ഭാഗത്ത് മഴ വളരെ കുറവാണ്. തമിഴ്നാട് ഭാഗത്ത് വളരെ മഴ കുറവാണ്. ലെസ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ. അതിനെ റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? മഴ നിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നു ആ ഭാഗത്തെ. ഓക്കെ. അതെന്തുകൊണ്ടാണ്? ദ വെസ്റ്റ് കോസ്റ്റ് ആൻഡ് ദ വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ വെസ്റ്റേൺ ഘട്ട് റിസീവ് 20 to 400 centimeter rainfall during the southwest monsoon. That means west slopes of the western Ghat receive high rainfall, 250 centimeter to 400 centimeter rainfall during southwest monsoon. What is this southwest monsoon? Idavapadi. It lies in the windward side of the mountain. Why? Because the west slopes of western Ghat is the windward side. Windward side എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കടലിൽ നിന്ന് മോയ്സ്ചറുള്ള കാറ്റിനോട് കൂടി വരുന്ന ആ റെയിൻ ക്ലൗഡ്സ് ഒരു മലയിൽ തട്ടുകയും ആ പ്രദേശത്ത് തന്നെ വീഴുന്നു. അതായത് റെയിൻ ക്ലൗഡ്സ് എവിടുന്ന് വരുന്നോ ആ മലപ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുക? വിൻഡ്വാർഡ് സൈഡ്. അവിടെ എന്ത് കിട്ടുന്നു? ഹെവി റെയിൻഫോൾ കിട്ടുന്നു. കാരണം കേരളം വിൻഡ്വാർഡ് സൈഡിലാണ്. എവിടുന്നാണോ ഈ വിൻഡ് വരുന്നത് അതേ സൈഡിലുള്ള ഭാഗം, മൗണ്ടൻ്റെ അതേ സൈഡ്. ബട്ട് ദ ഈസ്റ്റേൺ പാർട്ട് ലൈസ് ഇൻ ദ ലീവാർഡ് സൈഡ് ഓഫ് ദ മൗണ്ടൻ. വാട്ട് ഈസ് ദിസ് ലീവാർഡ് സൈഡ്? ആ മൗണ്ടൻ്റെ ഓപ്പോസിറ്റ് സൈഡിന് പറയുന്ന പേരാണ് ലീവാർഡ് സൈഡ്. The wind is descending along the eastern slope of western Ghat being dry. അപ്പോൾ വെസ്റ്റ്വാർഡ് ഭാഗത്തുള്ള വെസ്റ്റിലുള്ള ഈ പറയുന്ന വിൻഡ്വാർഡ് സൈഡിൽ മോയ്സ്ചറുള്ള മുഴുവൻ മോയ്സ്ചറും മഴയായിട്ട് പെയ്യുന്നു. ഈ കാറ്റ് ആ മൗണ്ടൻ ക്രോസ് ചെയ്ത് ലീവാർഡ് സൈഡിലേക്ക് വരുമ്പോൾ അതിനകത്ത് മോയ്സ്ചർ ഇല്ല.
no moisture, nothing, because of dry, because the wind is dry, so this area remains rain shadow region. അവിടെ മഴ വളരെ കുറവായിരിക്കും, സ്കാൻഡി റെയിൻ ആയിരിക്കും, ലോ റെയിൻ ആയിരിക്കും. ദിസ് റെയിൻ റിസീവ് വെരി ലെസ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ. എത്രയുണ്ടെന്നാണ് പറയുന്നത്? ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ വിൻഡ്വാർഡ് സൈഡിൽ 250 to 400 സെൻറ്റിമീറ്റർ ഹെവി റെയിൻഫോൾ കിട്ടുമ്പോൾ ലീവാർഡ് സൈഡിൽ കിടക്കുന്ന തമിഴ്നാട്ടിൽ ലെസ് റെയിൻഫോൾ ആണ്, ബിക്കോസ് ദ വിൻഡ് ഈസ് ഡ്രൈ. മനസ്സിലായല്ലോ? അവിടെ റെയിൻഫോൾ കിട്ടുന്ന എത്ര മാത്രമേ ഉള്ളൂ? ബിലോ 50 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് കോൾഡ് റെയിൻ ഷാഡോ റീജിയൻ. ഇതിനെ മഴ നിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നു. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേരളം ഭാഗം വിൻഡ്വാർഡ് സൈഡാണ്. അവിടെ ഹെവി റെയിൻഫോൾ കിട്ടുന്നു, അതിനെ മഴപ്രദേശം എന്ന് പറയുന്നു. മഴ ഒട്ടും കിട്ടാത്ത തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിനെ മഴ നിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കുന്നു. അവിടെ മഴ കുറയുന്നു, കാരണം ഡ്രൈ വിൻഡാണ്. ദെൻ പെൻസുല റിവേഴ്സ്, റിവർ ഫ്ലോയിങ് ഈസ്റ്റ്വാർഡ് ഇൻ ബേ ഓഫ് ബംഗാൾ. പെൻസുല റിവേഴ്സിലെ കുറേ എണ്ണം ഈസ്റ്റിലേക്ക് ഒഴുകുന്നു. ഈസ്റ്റ്വാർഡ് ഫ്ലോയിങ് റിവേഴ്സ്, അത് ബേ ഓഫ് ബംഗാളിലാണ് തീരുക. റിവേഴ്സ് ഫ്ലോയിങ് വെസ്റ്റ്വാർഡ്, വളരെ ചുരുക്കം 1-2 റിവേഴ്സ് ഉണ്ട്. ദേ ഫ്ലോ വെസ്റ്റ്വാർഡ് റിവേഴ്സ് അറേബ്യൻ സീ, ദേ ജോയിൻ അറേബ്യൻ സീ. ഇനി മൂന്നാമതൊരു റിവേഴ്സ് ഇവിടെയുണ്ട്, റിവേഴ്സ് ഫ്ലോയിങ് നോർത്ത് വാർഡ്, നോർത്തിലേക്ക് ഒഴുകുന്ന റിവേഴ്സ് ഉണ്ട്. ദേ ജോയിൻ യമുന ആൻഡ് ഗംഗ. അത് നോർത്തിലേക്ക് പോയാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് നമുക്ക് സീ ഇല്ല. അതുകൊണ്ട് നോർത്തിലേക്ക് ഒഴുകുന്ന പെൻസുല റിവേഴ്സ് എവിടെ പോയി ജോയിൻ ചെയ്യുന്നു? യമുന ആൻഡ് ഗംഗ. യമുന നദിയിലും ഗംഗാ നദിയിലും പോയി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ പെൻസുല റിവേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഈസ്റ്റ്വാർഡ് ഫ്ലോയിങ് റിവേഴ്സ്, ദേ ആർ ദ മേജർ വൺ, അവരാണ് കൂടുതലും. ദെൻ വെസ്റ്റ്വാർഡ് ഫ്ലോയിങ് റിവേഴ്സ്, ഓൺലി 2 റിവേഴ്സ് ആർ ഫ്ലോയിങ് വെസ്റ്റ്വാർഡ്, അത് അറേബ്യൻ സീയിലേക്ക് പോകുന്നു. ദെൻ നോർത്ത് വാർഡ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട്, അതെങ്ങോട്ട് പോകുന്നു? ദേ ജോയിൻ യമുന ആൻഡ് ഗംഗ. ഇതിൻ്റെയൊക്കെ പേര് നമുക്ക് പഠിക്കണം. ഓക്കെ, ഈ ക്രോസ് സെക്ഷൻ ഓഫ് പെൻസുലാർ പ്ലേറ്റോ ആണ് ഈ തന്നിരിക്കുന്നത്. പെൻസുലാർ പ്ലേറ്റോയുടെ ഒരു ക്രോസ് സെക്ഷൻ കേട്ടോ, അതിനെ മുറിച്ച് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, കേക്ക് കണ്ടിച്ച് വെച്ചതുപോലെ പെൻസുലാർ പ്ലേറ്റോയെ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുക. ഇതിൻ്റെ വെസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിക്കേ, അറേബ്യൻ സീ ഭാഗത്തേക്ക് നോക്കിയേ, വെസ്റ്റ് കോസ്റ്റ്, അവിടെ നമുക്ക് വെസ്റ്റേൺ ഘട്ടുണ്ട്, നല്ല ഉയരത്തിൽ വെസ്റ്റേൺ ഘട്ട്, ആനമുടിയൊക്കെ അവിടെയുണ്ട് അല്ലേ. എന്നിട്ട് നമ്മുടെ ഈ പെൻസുലാർ പ്ലേറ്റോ എങ്ങോട്ടാണ് അതിൻ്റെ സ്ലോപ്പ് പോയിരിക്കുന്നത്? ഈസ്റ്റിലേക്കാണ് സ്ലോപ്പ്, ഈസ്റ്റിലേക്ക് ചെരിഞ്ഞ് കിടക്കുക. ഈസ്റ്റ് കോസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയൊരു പീക്കൊക്കെ കാണുന്നതേ ഉള്ളൂ. പക്ഷേ ജനറലി ഈ നമ്മുടെ പെൻസുലാർ പ്ലേറ്റോ എങ്ങോട്ടാണ് ചെരിഞ്ഞ് കിടക്കുക? ഈസ്റ്റിലേക്കാണ് അതിൻ്റെ ചെരിവ്. ഇറ്റ് സ്ലോപ്സ് ടു ദ ഈസ്റ്റ്. അപ്പോൾ പെൻസുലാർ പ്ലേറ്റോയിലെ മിക്ക നദികളും ഈസ്റ്റിലേക്ക് ഒഴുകാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നദി എപ്പോഴും ഒഴുകണമെങ്കിൽ അതിന് സ്ലോപ്പ് വേണം. ഇതിൻ്റെ സ്ലോപ്പ് എവിടെ നിന്നാണ്? വെസ്റ്റ് പൊങ്ങിയും ഈസ്റ്റ് താന്നുമായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നദികളൊക്കെ ഭൂരിപക്ഷവും എങ്ങോട്ടേ ഒഴുകുകയുള്ളൂ? ദേ ഫ്ലോ ഈസ്റ്റ് വാർഡ്. അപ്പം ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, തുംഗഭദ്ര, ഓൾ ദീസ് റിവേഴ്സ് ഫ്ലോ ഈസ്റ്റ് വാർഡ്. അപ്പോൾ നമ്മുടെ നദികളൊക്കെ ഈസ്റ്റിലേക്ക് ഒഴുകുന്നതിനുള്ള റീസൺ മനസ്സിലായല്ലോ. ദ പെൻസുലാർ പ്ലേറ്റോ ഈസ് ഇറ്റ്സ് സ്ലോപ്പ് ഈസ് ടു ദ ഈസ്റ്റ്. ഓക്കെ, സ്ലോപ്പ് ഈസ്റ്റിലേക്കാണ്. അതാണ് ഈസ്റ്റിലേക്ക് ഒത്തിരി നദികൾ ഒഴുകാനുള്ള കാരണം. അവരിവിടെ പോയി ജോയിൻ ചെയ്യും. എല്ലാവരും നോക്കിക്കേ, ബേ ഓഫ് ബംഗാളിലാണ് ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നദികളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ പെൻസുലാർ റിവേഴ്സ്. നോക്കിക്കേ എല്ലാവരും, ഗോദാവരി അവിടെ കാണാം, ഈസ്റ്റിലേക്കാണ് ഒഴുകുക. വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങി ഈസ്റ്റിലേക്ക് ഒഴുകുന്നു. ദെൻ മഹാനദി നിങ്ങൾ നോക്കുക, മഹാനദി ഏറ്റവും നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയേ, മഹാനദി അതും ഈസ്റ്റിലേക്കാണ് ഒഴുകുക. ദെൻ കൃഷ്ണ നദി എല്ലാവരും നോക്കിക്കേ, കൃഷ്ണ. ഓക്കെ, ദെൻ കാവേരി നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് വരിക, കാവേരി. പിന്നെ വൈഗൈ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, വൈഗൈ അല്ലേ, തമിഴ്നാട്ടിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു നദിയാണ് വൈഗൈ. അവിടെ ഒരു ചെറിയ ഒരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്, വൈഗൈ. പിന്നെ കൃഷ്ണ നദി അവിടെ തുടങ്ങുന്നുണ്ട്, അത് വന്ന് ഈസ്റ്റിലേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ തീരുന്നു. കൃഷ്ണ അത് ഒഴുകുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ ആന്ധ്ര അല്ലേ, ആന്ധ്ര. ഓക്കെ, പിന്നെ ഗോദാവരി നദി എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഗോദാവരിയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ കേട്ടോ, ഏറ്റവും നീളമുള്ള റിവർ ഗോദാവരിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻസുലാർ റിവേഴ്സിൻ്റെ ഒരു മാപ്പ്. വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിന് ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത്? അതിനൊരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുക. എന്നാൽ വെസ്റ്റിലേക്ക് ഒഴുകി അറേബ്യൻ സീയിലേക്ക് പോകുന്ന നദികൾക്ക് ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത്? ഒരു
പിങ്ക് കളറാണ് കൊടുത്തിരിക്കുക. നർമ്മദ, താപ്തി നദികളൊന്ന് നോക്കി വെച്ചോ. അവർ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ മാത്രമേ ഉള്ളൂ വെസ്റ്റിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട 2 നദികളെ. അവർ പോയി അറേബ്യൻ സീയിലേക്കാണ് പോവുക, നർമ്മദ, താപ്തി. ബാക്കി മിക്കവാറും എല്ലാ നദികളും ഈസ്റ്റിലേക്ക് പോകുന്നു. കാരണം നമ്മൾ ക്രോസ് സെക്ഷനകത്ത് കണ്ടു, വെസ്റ്റാണ് ഉയർന്നിരിക്കുക, ഈസ്റ്റ് താന്നാണ് ഇരിക്കുക. നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ സ്ലോപ്പ് ഈസ്റ്റിലേക്കാണ്. ഓക്കെ, ദെൻ പെൻസുലാർ റിവേഴ്സിൻ്റെ അനദർ മാപ്പ് ഗോദാവരി കാണിക്കുന്നുണ്ട്. ഗോദാവരി എടുത്ത് കാണിച്ചിരിക്കുന്നത് എന്താണെന്നോ, അതാണ് ലോങ്ങസ്റ്റ് റിവർ. മഹാനദി കാണിക്കുന്നുണ്ട്. നർമ്മദ, താപ്തി വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. കൃഷ്ണ, കാവേരി ഒക്കെ ഒന്ന് കണ്ടുവെച്ചോ. ചിലപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയും, അത് പഠിച്ചു വെച്ചോണം. ഏതാ ചോദിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പം ഗോദാവരി ആയിരിക്കും, കൃഷ്ണയായിരിക്കും, കാവേരി ആയിരിക്കും. ഇതൊക്കെ ഏത് സ്റ്റേറ്റിലാണെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. നമ്മുടെ മഹാനദി കണ്ടല്ലോ, നർമ്മദ, താപ്തി നദികൾ കണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയിലെ പ്രധാനപ്പെട്ട റിവേഴ്സ്. ഓക്കെ, ഇത് മറ്റൊരു ഇതാണ്, മറ്റൊരെണ്ണം കൂടെ പെൻസുലാർ റിവേഴ്സ് ഒന്നുകൂടി തന്നിരിക്കുകയാണ്. ഗോദാവരിയുടെ ഡിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട്, കൃഷ്ണയുടെ ഡിസ്റ്റൻസ് ഉണ്ട്, നർമ്മദയുടെ ഡിസ്റ്റൻസ് ഉണ്ട്. ഗോദാവരിയാണ് ലോങ്ങസ്റ്റ് വൺ, കൃഷ്ണയ്ക്ക് സെക്കൻഡ് പൊസിഷനുണ്ട്. ദെൻ നർമ്മദ നദിക്ക് ഇല്ല, കാവേരിക്കാണ് തേർഡ് പൊസിഷൻ. ഇവിടെ നർമ്മദയാണ് തന്നിരിക്കുന്നത്, പക്ഷെ അത് കുറവാണ് അല്ലേ, അതിൻ്റെ ലെങ്ത് നിങ്ങൾ നോക്കിയേ കുറവാണ്. പിന്നെ കാവേരി നദിയാണ് തേർഡ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ ഇത് നമ്മുടെ ഗോദാവരി തന്നെയാണ്. ദെൻ കൃഷ്ണയാണ് സെക്കൻഡ് പൊസിഷൻ. ദെൻ കാവേരിയാണ് തേർഡ് പൊസിഷൻ, നർമ്മദയല്ല കേട്ടോ. കാവേരി നദിയാണ് തേർഡ് പൊസിഷൻ. ലെങ്തിലാണ് പറയുന്നത്, ലെങ്ത്. അപ്പോൾ നമ്മുടെ പെൻസുലാർ റിവേഴ്സിൻ്റെ ലൊക്കേഷനൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മാപ്പും ഈ നദികളുടെ പൊസിഷനും ഒക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കണം. അതിൽ വെസ്റ്റ് ഫ്ലോയിങ് ഏതൊക്കെയാണ്, ഈസ്റ്റ് ഫ്ലോയിങ് ഏതൊക്കെയാണ് മറന്നു പോകരുത്. നർമ്മദ, താപ്തി 2 നദികളേ ഉള്ളൂ നമ്മുടെ വെസ്റ്റിലേക്ക് പോയി അറേബ്യൻ സീയിലേക്ക് പോകുന്നത്. ബാക്കിയെല്ലാം ഈസ്റ്റിലേക്ക് പോയി ബേ ഓഫ് ബംഗാളിലാണ് പോവുക. ഓക്കെ, അപ്പം നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഇതൊക്കെയാണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഗോദാവരിക്ക് മറ്റൊരു പേരുകൂടി ഉണ്ട് കേട്ടോ, അതൊന്ന് ഓർത്തോണേ. ദക്ഷിൺ ഗംഗ എന്ന് ഇതിനെ പറയാറുണ്ട്. ഗോദാവരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ലോങ്ങസ്റ്റ് വണ്ണാണ്. അത് ഈസ്റ്റിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, ബേ ഓഫ് ബംഗാളിലാണ് പോയി തീരുന്നത്. അതിന് ദക്ഷിൺ ഗംഗ എന്ന് പറയാം. ദക്ഷിൺ ഗംഗ. കൃഷ്ണയ്ക്ക് സെക്കൻഡ് ലാർജസ്റ്റ് പൊസിഷൻ ഉണ്ട്, കാവേരിക്ക് തേർഡ് ലാർജസ്റ്റ് പൊസിഷൻ ഉണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, ഇതിൻ്റെ ബാക്കി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പറയുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.